ശബരിമലയോട് വീണ്ടും സർക്കാർ അവഗണന. വെർച്വൽ ക്യൂ സംവിധാനത്തിനുള്ള ചെലവ് ഇനി മുതൽ വഹിക്കാനാകില്ലെന്ന ആഭ്യന്തര വകുപ്പ്. പരസ്യവരുമാനത്തിൽ നിന്നും പണം കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. സർക്കാരിന്റെ ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത് മോഹനനൊപ്പം ചേരുന്നു. പ്രജിത്ത്, നമ്മൾ ഇന്നലെ ഒരു വാർത്ത നൽകിയിരുന്നു. ഈ 20 ദിവസം തികച്ചില്ല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങാൻ എന്നിരിക്കെ ഇനിയും വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് ഓപ്പൺ ആയിട്ടില്ല. അതായത് ഈ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നവരൊക്കെയും പെട്ടുപോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ആ വഴിക്ക് ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നു. ഇതിപ്പോൾ വീണ്ടും വെർച്വൽ ക്യൂ സംവിധാനത്തിന് ഇനി ഞങ്ങൾ പണം മുടക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ അപ്പാടെ ഒരു തീർത്ഥാടന കാലത്തെ കൂടി പ്രതിസന്ധിയിലാക്കാൻ ഇപ്പോഴേ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു സർക്കാർ. അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഈ വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പുതുമയല്ല. അതിനൊപ്പമാണ് ഇതുവരെയും ഈ ബുക്കിങ്ങിൻ്റെ പ്രശ്നവും അല്ലെങ്കിൽ ബുക്കിംഗ് തുടങ്ങാത്തതിൻ്റെ പ്രശ്നവും നിലനിൽക്കുന്നത്. ഇതിനിടയിലാണ് സർക്കാർ പുതിയൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതായത് ഇതിൽ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഈ വെർച്വൽ ക്യൂ സംവിധാനം എന്നുള്ളത് അഥവാ ശബരിമലയിലെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ശബരിമല പിൽഗ്രിം മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ വെർച്വൽ ക്യൂ എന്നുള്ളത് നിയന്ത്രിക്കുന്നത് കേരള പോലീസാണ്. ഇത് കൊണ്ടുവന്നതും ഒക്കെ സർക്കാരിൻ്റെ താല്പര്യപ്രകാരമാണെന്ന് നമുക്കറിയാം. പക്ഷെ അത് കൊണ്ടുവരുമ്പോൾ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള വെർച്വൽ ക്യൂ സംവിധാനം പലപ്പോഴും പ്രായോഗികമല്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ പല കോണിൽ നിന്നും വന്നതുമാണ്. ഇതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സർക്കാരായിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പുതിയ ഉത്തരവുമായി വന്നിട്ട് അതിൻ്റെ മുഴുവൻ ഭാരവും ഒരുപക്ഷെ ദേവസ്വം ബോർഡിലേക്കും ഒക്കെ തള്ളുന്ന രീതിയിലേക്ക് ഇപ്പോൾ സർക്കാർ പോയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിൽ നിർണായകമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ അതായത് 2023, 24, 25 വർഷങ്ങളിൽ ഈ വെർച്വൽ ക്യൂ സംവിധാനം ഹോസ്റ്റ് ചെയ്തതിൻ്റെ അതായത് ആമസോൺ വെബ് സർവീസാണ് ഈ സംവിധാനത്തിൻ്റെ ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിൻ്റെ ഡിജിറ്റൽ ഹോസ്റ്റിംഗ് നടത്തുന്നത്. അങ്ങനെ ഹോസ്റ്റ് ചെയ്തതിൻ്റെ ചാർജായി ഏതാണ്ട് 11 ലക്ഷത്തിലധികം രൂപ, കൃത്യമായി പറഞ്ഞാൽ 11,36,832 രൂപ അവർക്ക് നൽകാനുണ്ട്. 2023, 24, 25 കൊല്ലങ്ങളിലെ ചിലവായി. അതായത് ക്ഷമിക്കണം, 2023, 24, 25 ജനുവരിയിലും ഇത് സംബന്ധിച്ച പോലീസ് മേധാവി കത്ത് നൽകിയിരുന്നു സർക്കാരിന് ഈ പണം നൽകണമെന്നാവശ്യപ്പെട്ട്. പക്ഷേ ഏറ്റവും പുതിയതായി ഇപ്പോഴാണ് സർക്കാർ അത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവിറക്കുന്നത്. ഈ പുതിയതായി വന്നിരിക്കുന്നത് ഈ ഒക്ടോബറിൽ വന്നിരിക്കുന്ന ഉത്തരവിൽ സർക്കാർ പറയുന്നത് ഒന്ന്, വെർച്വൽ ക്യൂ നടപ്പിലാക്കിയത് പരസ്യ വരുമാനത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അതിൽ ചെലവ് നടത്തിപ്പോകുമെന്നുള്ള വ്യവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇനിമേൽ ഈ ഫണ്ട് സർക്കാർ ഇതിനുവേണ്ടി അനുവദിക്കില്ല. ഒപ്പം വെർച്വൽ ക്യൂ സംവിധാനത്തിൻ്റെ ഭാവിയിൽ അതിൻ്റെ പരസ്യ വരുമാനത്തിൽ നിന്നും ചെലവിനുള്ള പണം കണ്ടെത്തണമെന്നും ഇപ്പോഴുള്ള കുടിശ്ശിക പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സർക്കാരിനോട് കൃത്യമായി ഈ കേരള സംസ്ഥാന പോലീസ് മേധാവി ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിൻ്റെ തുക അതായത് കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ കത്തിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പരസ്യ വരുമാനത്തിൽ നിന്ന് ആകെ അതിൽ ഈ പറയുന്ന രീതിയിൽ കൊടുക്കാൻ കഴിയുന്ന തുക എന്ന് പറയുന്നത് വെറും 38,000 രൂപയിൽ താഴെയാണ് എന്നുള്ള കാര്യം കൃത്യമായി അതിൽ പറയുന്നുണ്ട്. 39,908 രൂപയാണ് ഇങ്ങനെ നൽകാൻ കഴിയുക എന്നുള്ള കാര്യമാണ് സംസ്ഥാന പോലീസ് മേധാവി ചൂണ്ടിക്കാട്ടിയത്. അതായത് 11 ലക്ഷം രൂപ കുടിശ്ശികയുള്ളപ്പോൾ വെറും 38,000 രൂപ മാത്രമാണ് പരസ്യ വരുമാനത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളത് സംസ്ഥാന പോലീസ് മേധാവിയുടെ കത്തിൽ തന്നെ വ്യക്തമാണെന്നിരിക്കെയാണ് ഇനി ആ സംവിധാനത്തിന് തങ്ങൾ പണം നൽകുന്നില്ല, അത് പരസ്യ വരുമാനത്തിൽ നിന്ന് കണ്ടെത്തണമെന്ന് സർക്കാരിൻ്റെ വിചിത്ര ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കേരള പോലീസും കേരള സർക്കാരും കൊണ്ടുവന്ന ഈ സംവിധാനത്തിൻ്റെ ഭാരം മുഴുവൻ അത് ദേവസ്വം ബോർഡിലേക്കും ദേവസ്വം ബോർഡ് വരുമാനത്തിലേക്കും തലയിലേക്കും വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുക. അങ്ങനെ ശബരിമലയിൽ വരുന്ന ഭക്തരുടെ പണം, സമർപ്പിക്കപ്പെടുന്ന ഭക്തരുടെ പണം മറ്റൊരു സർക്കാർ സംവിധാനത്തിനോടുകൂടി ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കൃഷ്ണജി, വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഒന്ന്, ഈ തിരുപ്പതി മോഡൽ നിയന്ത്രണ സംവിധാനം എന്നൊക്കെ പറഞ്ഞാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ അപ്പോഴും ഈ ഭക്തരെ ഇങ്ങനെ കൂടുകെട്ടി അടച്ചിടുന്നത് പോലെ അടച്ചിടുന്നതും പിന്നീട് വളരെ പെട്ടെന്ന് തുറന്നു വിടുന്നതും ആളുകൾ ഓടി വല കയറുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മണിക്കൂറുകളോളം ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്യൂ കോംപ്ലക്സുകളിലൊക്കെ ഭക്തരെ അടച്ചിടുന്ന സാഹചര്യവും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്രയധികം പ്രശ്നങ്ങളും വിമർശനങ്ങളും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഒരു വെർച്വൽ ക്യൂ സംവിധാനം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഈ ക്രൗഡ് മാനേജ്മെന്റ് സിസ്റ്റം അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ കൈയൊഴിയുകയാണോ? വീണ്ടും സർക്കാർ അവഗണന. വെർച്വൽ ക്യൂ സംവിധാനത്തിന് ഇനി ചെലവ് വഹിക്കാനാവില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് പറയുന്നത്. വേണമെങ്കിൽ പരസ്യം പിടിച്ച് വരുമാനം കണ്ടെത്തിക്കോളൂ എന്നാണ് നിർദ്ദേശം. ഈ ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവി പുറത്തുവിടുകയാണ്. ജനം ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. വരും മണിക്കൂറിൽ വളരെ വിശദമായി ഈ വാർത്ത നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും.